ഒരു യൂസ്ഡ് കാറിന്റെ ജാതകം എന്ന് പറയുന്നത് അതിന്റെ സർവീസ് ഹിസ്റ്ററിയാണ്. കാരണം ഇതൊരു മെഷീനാണ്. ഇത് എങ്ങനെ പ്രീവിയസ്ലി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു, കാരണം മെഷീൻ എന്നെ കൊണ്ട് അതിന് എന്തായാലും ലൂബ്രിക്കേഷൻ വേണം. അപ്പോൾ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിന്റെ മുന്നോട്ടുള്ള ഭാവി. സർവീസ് ഹിസ്റ്ററി ഇസ് എ മസ്റ്റ് തിങ്. നമുക്കത് എടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ Car24 എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഗൂഗിളിൽ കയറി അടിച്ചാൽ മതി Car24 സർവീസ് ഹിസ്റ്ററി എന്ന് പറയും. അവിടെ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുക, ഗൂഗിൾ പേയിൽ വഴി അവർ ആ ഫീസ് അയച്ചു കൊടുക്കുക, 24 മണിക്കൂർ കൊണ്ട് സർവീസ് ഹിസ്റ്ററി കിട്ടും. പിന്നെ കാർ ഇൻഫോ എന്ന് പറയുന്ന തേർഡ് പാർട്ടി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ സർക്കിളിലോ ഇതേപോലെ അതിൻ്റെ ഓതറൈസ് ഡീലർഷിപ്പിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് ഹിസ്റ്ററി കിട്ടും. പക്ഷേ സർവീസ് ഹിസ്റ്ററി ക്രോസ് ചെക്ക് ചെയ്യാതെ വണ്ടി എടുത്ത് തലയിലായിട്ട് നിലവിളിക്കുന്ന പല ആൾക്കാരെയും എനിക്കറിയാം. അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സർവീസ് ഹിസ്റ്ററി മനസ്സിലാക്കാനും കൂടെ നമ്മൾ പഠിക്കണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു AI കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പോൾ AI തന്നെ പറഞ്ഞു തരും അതിൽ എന്തൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ Car24 സർവീസ് ഹിസ്റ്ററിയിലാണെങ്കിൽ അതിൽ എന്തെങ്കിലും മീറ്റർ റൊട്ടേഷൻ നടന്നിട്ടുണ്ട്, അതായത് ഓഡോമീറ്റർ കറക്കിയിട്ടുണ്ടെങ്കിലോ. ഇപ്പോൾ Car24 സർവീസ് ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ അതിൽ മേജർ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർ മെൻഷൻ ചെയ്യാറുണ്ട്. ഫ്ലഡഡ് ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യാറുണ്ട്. അതായത് ഇത് കമ്പനിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സർവീസ് ഹിസ്റ്ററിയിൽ വരത്തുള്ളൂ കേട്ടോ. അപ്പം പുറമെ കൊണ്ടുപോയിട്ട് ക്ലെയിം ചെയ്തതാണെങ്കിലാണ് സർവീസ് ഹിസ്റ്ററിൽ വരാത്തത്. അങ്ങനത്തെ ഇഷ്ടംപോലെ വണ്ടികൾ നമ്മൾ പെടാറുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഈ സർവീസ് ഹിസ്റ്ററിയിലൊക്കെ CNA എന്ന് പറഞ്ഞിട്ട് കാണാം. CNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ നോട്ട് അപ്രൂവ്ഡ് എന്നാണ്. അതായത് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സർവീസ് അഡ്വൈസർ ഇന്ന ടൈമിൽ ഇത് മാറണം, ഇന്ന ടൈമിൽ ഇത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ CNA എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോൾ വേണ്ട അടുത്തനാക്കുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ളതാണ് ആ സർവീസ് ഹിസ്റ്ററിയിൽ CNA എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. അതായത് അതിൻ്റെ ആ സർവീസ് ഹിസ്റ്ററി കണ്ടാൽ അറിയാം ആ വ്യക്തി ആ വണ്ടീനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നുള്ളത്. അയാളുടെ സ്വഭാവം അതിലുണ്ടാവും. അയാൾ ആ വണ്ടീനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സർവീസ് ഹിസ്റ്ററി വിട്ടിട്ടുള്ളൊരു കളിയില്ല.